ഇപ്പൊ തരാമേ. രണ്ടേ 2 മിനിറ്റ് ഇപ്പൊ തരാം. ആ, നിങ്ങളുടെ ബ്രെഡ് ഓംലെറ്റ് റെഡി. അയ്യേ, ഇതെന്തോന്ന് വെച്ചാ ഇത്? ഇതിനെക്കാട്ടി അമ്മ ഉണ്ടാക്കുമല്ലോ. ആഹാ, പാവപ്പെട്ട പിള്ളേര് വിശക്കാതിരിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തപ്പോഴത്തേക്കും എനിക്ക് കുറ്റം. അച്ഛൻ ഈ പണിയൊന്നും പറഞ്ഞിട്ടില്ല. ഓഹോ, വല്ല പാലും ബിസ്ക്കറ്റും വല്ലതും കൊണ്ടാ നീ കൊള്ളായിരുന്നു. എടി എടി എടി, ഒരു അവസരം കിട്ടുമ്പോ തലേ കയറിയിട്ട് നിരകല്ലേ. അമ്മ റീയൂണിയന് പോയോണ്ട് പിള്ളേര് വിശക്കാതിരിക്കണം എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തപ്പോ ഉണ്ടാക്കി കൊടുത്തവര് കുറ്റം. ഞാനേ നിന്റെ തന്തയാണ്. കുറ്റം പറയാൻ വന്നിരിക്കണവള്. കുറ്റം ഉള്ളോണ്ടല്ലേ കുറ്റം ഉണ്ടെന്ന് പറയുള്ളൂ. ആണാ? കുറ്റം ഉണ്ടാ? എന്നാ നീ കഴിക്കണ്ട കേട്ടാ. എന്റെ കുറ്റം ഞാൻ സഹിച്ചോളാം. അയ്യേ, ഇതെന്തോന്ന് വെച്ചാ കാണിക്കണത്? എന്ത്? നിനക്കല്ലേ വലിയ കുറ്റം തന്നപ്പോഴത്തേക്ക് എല്ലിൻ്റെ ഇടയിൽ കയറുന്നില്ലേ. ഞാനേ ന്യൂജൻ തന്തയാ. എന്താ ഇവിടെ എന്റെ കിച്ചൺ കുളമാക്കിയോ നിങ്ങള്? അമ്മ, ഞങ്ങളൊന്നും അല്ല, ഈ അച്ഛനാ. ഞങ്ങള് ചോദിച്ചപ്പോഴത്തേക്ക് തന്നില്ല. ഞാൻ ഫുഡ് വേണമെന്ന് നിന്റെ അടുത്ത് ചോദിച്ചില്ലേ? എടി, ഇവിടെ പച്ചക്കള്ളമാണ് പറയണത്. ചോദിച്ചപ്പോഴത്തേക്കും കുറ്റം തന്നെ. നമ്മള് ചോദിച്ചപ്പോഴേ തന്നില്ല, എന്നിട്ട് പറയണ ന്യൂജൻ തന്തയാണെന്ന്. ഞാൻ അങ്ങനെ പറയുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ കയറി വന്നപ്പോ കേട്ടല്ലോ ന്യൂജൻ എന്താന്ന് പറയുന്നേ. അത് പറഞ്ഞു, അല്ലാതെ ഫുഡ് കൊടുക്കൂലെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? മക്കളെ ചെല്ലേ, അമ്മ നല്ല ഫുഡ് ഉണ്ടാക്കി തന്നിട്ട് വിളിക്കാം. അതെ, ഫോണില്ലേ, ഇറങ്ങാൻ പറ്റൂലല്ലേ? പോ. അല്ല, റീയൂണിയന് പോയിട്ട് എന്തായി? എല്ലാരും വന്നാ? എല്ലാവരും ഉണ്ടായിരുന്നു. അടിപൊളി പരിപാടിയായിരുന്നു. ഞങ്ങളെല്ലാവരോടും ചേർന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടാ. വിശേഷങ്ങളാണെങ്കിൽ പറഞ്ഞിട്ടും തീരുന്നില്ലായിരുന്നു. പിന്നെ ഒരാഴ്ച കൂടെ നീട്ടായിരുന്നു. പോയേട്ടാ. അല്ല, നിന്റെ ആ പഴയ ലൈൻ ശരത്ത് വന്നായിരുന്ന? ആ, അവനുണ്ടായിരുന്നു. പക്ഷേ അവൻ ഡിവോഴ്സ് ആയേട്ടാ. ഓ, നന്നായി. അതെന്ത് പറ്റി? അതൊന്നും എനിക്കറിയാൻ പാടില്ല. അവന് വിഷമമാണെന്ന് വിചാരിച്ച് ഞാൻ ഒന്നും ചോദിച്ചില്ല. ഇനി മുതലേ എല്ലാ മാസവും ഒരു ദിവസം എല്ലാവരും കൂടെ പുറത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞാൽ പിരിഞ്ഞത്. സത്യം പറഞ്ഞാൽ പോരാ നേരം എല്ലാവർക്കും ഭയങ്കര വിഷമമായിപ്പോയി. അല്ലെങ്കിൽ ഈ കോളേജ് ഡേയ്സ് പോലെ ഭംഗിയുള്ള എന്താ നമുക്കുള്ളത്? അല്ല, ശരത്ത് നിന്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ലേ? ഇല്ലേട്ടാ, അവൻ പഴയ പോലെ ഒന്നും അല്ല. ആ കളിയും ചിരിയൊന്നും ഇല്ല ഇപ്പൊ. ജസ്റ്റ് ഒരു ഹായ് ബൈ, അത്ര മാത്രം. ഫാമിലി പ്രോബ്ലംസ് ഒക്കെ ഉള്ളതല്ലേ. ഏതായാലും നീ ഇനി ഒരു കമ്പനിക്ക് അങ്ങോട്ട് പോകണ്ട. എന്ത് പോസസീവ്നെസ് അടിച്ചല്ലേ? അങ്ങനെയൊന്നുമല്ല, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പോഴേ ഞാൻ അങ്ങോട്ട് കമ്പനി അടിക്കാൻ ചെന്നാലും അവൻ തിരിച്ച് കമ്പനി അടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവന് ആ പഴയ ഒരു മൈൻഡ് ഇല്ലെന്നെ. അതേതായാലും നന്നായി. നീ ഒരു കാര്യം ചെയ്യ, ഇതാ എൻ്റെ രാജിക്കത്ത്. ഞാൻ പോയിട്ട് വരാം. നിങ്ങളിവിടെ പോന്നെ? ഇന്ന് സൈറ്റ് വരെ ഒന്ന് പോണം. അപ്പൊ എന്താന്ന് വെച്ചാ ചെയ്യും. എത്ര വൃത്തിയായിട്ട് സൂക്ഷിച്ചിരുന്ന എൻ്റെ കിച്ചണോ. അച്ഛനും മക്കളും കൂടെ കോളമാക്കിയത്. അതെ, ഇന്നത്തെ ഫോട്ടോസ് എല്ലാം ഒന്ന് ഗ്രൂപ്പിലിടണേ. എനിക്ക് കിട്ടിയ ഫോട്ടോസൊക്കെ ഞാനും ഇട്ടേക്കാമേ. ഹലോ Hello. ഹലോ, ഇതാരാ? When you want to see, just close your eyes.
and I will be there. Just a heartbeat away. ഇതാരാ? ശബ്ദം കേട്ട് നിനക്ക് മനസ്സിലായില്ലേ? ശരത്താണോ? ആ അതെ. ഓർമ്മയുണ്ട്. അയ്യോ, ഇത് ഭയങ്കര സർപ്രൈസ് ആയിപ്പോ ശരത്തെ. സത്യത്തിൽ ഇന്ന് കണ്ടപ്പോ നീ മിണ്ടാതെ ഒന്ന് വരുന്നപ്പോ ഞാൻ ഓർത്തു നിനക്ക് എന്നോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന്. അതാ ഞാൻ. നിന്നോടോ പ്രശ്നോ? ഒരിക്കലുമില്ല. പിന്നെ പ്രിയ പറഞ്ഞു നീ ഡിവോഴ്സ് ആണെന്ന്. സത്യത്തിൽ എന്താ പറ്റിയത്? ഒരാളെപ്പോലെ 7 പേരുണ്ടെന്ന് ആരോ പറയുന്നത് കേട്ട് നിന്നെപ്പോലെ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ചത്. കല്യാണം കഴിച്ചതിന് ശേഷം മനസ്സിലായത് നിന്നെപ്പോലെ ഈ ലോകത്ത് നീ മാത്രമേ ഉള്ളൂ. എനിക്ക് നിന്നെ മാത്രമേ സ്നേഹിക്കാൻ പറ്റുള്ളൂ. അതേപോലെ എനിക്ക് വേറെ ആരെയും സ്നേഹിക്കാൻ പറ്റില്ല. ശരത്തെ, എടി ഞാൻ പറഞ്ഞ സത്യമാണ്. എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. നിന്റെ കല്യാണം കഴിഞ്ഞത് എനിക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ ശരത്തെ. ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? നീയെല്ലാം പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ എനിക്ക് ഇപ്പോഴും നിന്നെ ഇഷ്ടം തന്നെ. നിന്നെ സ്നേഹിച്ചപ്പോൾ എനിക്ക് ഈ ലോകത്ത് വേറെ ആരെയും സ്നേഹിക്കാൻ പറ്റില്ല. ഡിവോഴ്സ് ആയിട്ട് ഇപ്പോൾ എത്ര കാലമായി? 1 വർഷം. മക്കളൊന്നുമില്ല. നൗ ഐ ആം എ ഫ്രീ ബാൻ. ഓ, എനിക്ക് 2 മക്കളാ, പെൺപിള്ളാരാ. ഒരാൾ എൻ്റെ പൊന്നും, ഒരാൾ എൻ്റെ അമ്മും. ഹസ്ബൻഡോ? ഏട്ടൻ പ്രവീണേട്ടൻ ഇവിടെ എൻജിനീയറായിട്ട് വർക്ക് ചെയ്യുക. ഭയങ്കര പാവമോ പുള്ളി. എന്നെ ഭയങ്കര ജീവനുമാണ്. അതൊക്കെ ശരിയായിരിക്കും. പക്ഷെ ഞാൻ നിന്നെ സ്നേഹിക്കുന്ന പോലെ പുള്ളിക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റില്ല. പുള്ളിക്കെന്നല്ല, ഈ ലോകത്ത് വേറെ ആർക്കും സ്നേഹിക്കാൻ പറ്റില്ല. നമ്മൾ ഒരുമിച്ച് എത്ര സ്വപ്നം കണ്ടതാ. അല്ലെങ്കിൽ ആഗ്രഹിച്ചൊന്നും നടക്കത്തില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ആ റീയൂണിയന് വന്നതിന് നിന്നെ കാണാനായിട്ട്. പിന്നെ പെട്ടെന്ന് നിന്നെ കണ്ടപ്പോൾ ഞാനങ്ങ് പാനിക്കായിപ്പോയി. അതാ നിന്നോടൊന്നും മിണ്ടാതെ ഞാനങ്ങ് ഇറങ്ങിപ്പോയത്. നീ മിണ്ടാതെ പോയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. പക്ഷേ എനിക്കറിയാമായിരുന്നു നിനക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന്. അതാ ഞാനും പിന്നെ നിന്നെ ഡിസ്റ്റർബ് ചെയ്യാതിരുന്നേ. അത് സാരമില്ല. നീ എപ്പോഴും ഒന്ന് ഫ്രീ ആവുക. എനിക്ക് നിന്നോട് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ശരത്ത്, ഞാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഇരിക്കാൻ തുടങ്ങുമായിരുന്നു. മിഡ് ടൈം എക്സാം വരികയല്ലേ അവർക്ക്. എന്നാ യു ക്യാരി ഓൺ. നീ ഫ്രീ ടൈം ആകുമ്പോൾ എനിക്കൊന്ന് ടെക്സ്റ്റ് ചെയ്യ്, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓ ശരി ശരത്തെ, മെസ്സേജ് അയക്കാം. The Earth rotates on an imaginary fixed line called the axis. The axis is slightly tilted at an angle of 23.5 degrees. Hence, the globe is also tilted slightly at an angle of 23.5 degrees. The northernmost part of the axis is called the north pole of the southernmost part of the axis is called the south pole. To find the location and the direction of a place on the globe, we use certain imaginary lines. So this. അമ്മ ഇങ്ങനെ ആരാ മെസ്സേജ് അയച്ചോണ്ടിരിക്കുന്നേ? അമ്മയുടെ ഒരു ഫ്രണ്ടാ. പുതിയ ഫ്രണ്ടാ? മോളിരുന്ന് പഠിക്കും. The Earth rotates on an imaginary fixed line called the axis. The axis is അമ്മ ഇപ്പോൾ വരാമേ. to find the location, the direction of a place on the globe, we use certain imaginary lines. These lines do not actually exist on the very ഇങ്ങനെ മെസ്സേജ് അയക്കുന്നേ. ശരത്തെ, നീ എന്തിനാ എനിക്ക് ഇങ്ങനെയൊക്കെ മെസ്സേജ് അയക്കുന്നേ? ഞാനിപ്പോൾ പഴയ മായയല്ല. ഞാൻ കല്യാണം കഴിഞ്ഞ് എനിക്കൊരു ഹസ്ബൻഡും 2 പിള്ളേരും ഉണ്ട്. ശരത്തെ, നീ എന്തിനാ എനിക്ക് ഇങ്ങനെയൊക്കെ മെസ്സേജ്
അയക്കുന്നേ. ഞാനിപ്പോൾ പഴയ മായയല്ല. ഞാൻ കല്യാണം കഴിഞ്ഞ് എനിക്കൊരു ഹസ്ബൻഡും 2 പിള്ളേരും ഉണ്ട്. ഹലോ. ആ ഹലോ മായ. എടി ഞാൻ നിന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി ചെയ്തതല്ല. എനിക്കിപ്പോഴും നിന്നെ ഇഷ്ടമാണ്. നിന്നെ മാത്രമാണ് എനിക്കിഷ്ടം. നിനക്ക് പകരം മറ്റാരെ സ്നേഹിക്കാൻ എനിക്ക് പറ്റില്ല മായ. ഹലോ മായ, നീ എന്താണെന്നും മിണ്ടാത്തെ? മായ, നിനക്കെന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. നമുക്ക് വീണ്ടും പഴയതുലായിക്കൂടെ? നീ എൻ്റെ കൂടെ വന്നാൽ നമുക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കാം. നീ ഒന്ന് എസ് മുളിയാ മതി, ഞാൻ നിന്നെ കൊണ്ടുപോവാം. പ്ലീസ് മായ, പ്ലീസ്. നീ എന്താ ഇവിടെ ഇരിക്കുന്നേ? ഒന്നുമില്ല ഏട്ടാ, ചുമ്മാ അങ്ങനെ നിന്നെ. കോള് വരുന്നു. കസ്റ്റമർ കെയറിന്ന് ഭയങ്കര ശല്യം അവര്. ഏട്ടാ വാ. നിനക്കത് എന്ത് പറ്റി? ഒന്നുമില്ല ഏട്ടാ. ഏട്ടാ ഫ്രഷ് ആയിട്ടോ? ഞാൻ മുഖമൊക്കെ വേർത്ത് ആകെ വാടിയിരിക്കുന്നല്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമല്ല. ഏട്ടൻ ഫ്രഷ് ആയിട്ടോ? ഞാൻ ഫുഡ് കഴിക്കാൻ എടുത്തു വെക്കാം. വാ. എന്ത് പറ്റി? ഹലോ. ഹലോ മായ, നീ എവിടാ? ഫോൺ എന്തിനാ സ്വിച്ച് ഓഫ് ആക്കി വെച്ചേക്കുന്നേ? എന്തിനാ ശരത്തെ നീ എന്നെ എപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നേ? ഞാനിവിടെ വീട്ടിലാ. ഇവിടെ പ്രവീണായിട്ട് പിള്ളേരും ഒക്കെ ഉണ്ട്. തന്നെയല്ല, ഞാൻ അല്പം തിരക്കിലുവാ. മായ, നീ തിരക്കാണെങ്കിൽ അതങ്ങ് പറഞ്ഞാ പോരെ. ഞാൻ വിളിച്ചിട്ട് ഫോൺ ഓഫ് ആയതുകൊണ്ട് ഞാനങ്ങ് പാനിക്കായി പോയി. അതാ ഞാൻ പിന്നെ കണ്ടിന്യൂ അങ്ങ് വിളിച്ചോണ്ടിരുന്നത്. എടി, ഞാൻ നിന്നെ പിന്നെ വിളിച്ചോളാം. ശരി. ആരാ വിളിച്ചേ? രമ്യ ഏട്ടാ. എന്ത് വിശേഷം? വിശേഷമൊന്നുമില്ല. ഞങ്ങൾ റിയൂണിയൻ്റെ ഫോട്ടോസ് ഗ്രൂപ്പിലിടാൻ പറയുമായിരുന്നു അവള്. ഓ, നിങ്ങളിപ്പോഴും റിയൂണിയൻ്റെ ഹാങ് ഓവറിലാണല്ലോ. എന്നിട്ട് ഫോട്ടോസോടെ? ഫോട്ടോസൊക്കെ പിന്നെ കാണാം. ഏട്ടനാന്നമേ കഴിക്കാനിരിക്കും. എന്നാ പിന്നെ കഴിച്ചിട്ട് കാണാം. പിള്ളേരവിടെ? അവർ കഴിച്ചിട്ട് നേരത്തെ പഠിക്കാൻ. പിന്നെ ഇന്നലെ പത്രത്തിലൊരു ന്യൂസ് കണ്ടായിരുന്നു. എന്താ? റീയൂണിയന് പോയ ഭാര്യ കാമുകനുമായിട്ട് ജീവിക്കാൻ വേണ്ടി ഭർത്താവിനെ കൊന്നു. അല്ല, തനിക്ക് അങ്ങനെ പ്ലാനൊന്നും ഇല്ലല്ലോ അല്ലേ? ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ കൊല്ലണ്ട, എന്നൊന്ന് പേടിപ്പിച്ചു വിട്ടാൽ മതി. എടോ, ഈ താനെന്തിനാ കരയുന്ന? ഞാൻ വെറുതെ തമാശ പറഞ്ഞതാ. സോറി ഏട്ടാ. എന്തിന്? എന്നെ ആ ശരത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട്? എന്നെ ഇപ്പോഴും ഇഷ്ടമാണെന്നും കൂടെ ജീവിക്കാൻ ഇറങ്ങി വരണമെന്നൊക്കെ പറഞ്ഞു. അവൻ ഡിവോഴ്സ് ആണെന്ന് പറയുമ്പോഴേ ഞാനിതൊക്കെ പ്രതീക്ഷിച്ചതാ. അല്ല, അതിന് നീ എന്തിനാ സോറി പറഞ്ഞു എൻ്റെ അടുത്ത്? ഞാൻ ഏട്ടനോട് ഇത്രയും നേരം ഇത് മറച്ചു വെച്ചില്ലേ? അത് കുഴപ്പമില്ല, നീ ഇപ്പോഴെങ്കിലും പറഞ്ഞില്ലേ. എന്താ നിന്റെ ഫ്യൂച്ചർ പ്ലാൻ? അല്ല, എന്നെയും മക്കളെയും കളഞ്ഞിട്ട് പോവാനാണോ അതോ? ഒന്ന് പോവാട്ടെ.
പണ്ട് എനിക്ക് അവനോട് പ്രേമം ഉണ്ടായിരുന്നതൊക്കെ സത്യമാണ്. പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഏട്ടനും മക്കളും അല്ലാതെ എനിക്ക് വേറെ ലോകമൊന്നുമില്ല. വെറുതെ ആശിപ്പിച്ച് ഏട്ടാ. സത്യം പറഞ്ഞാൽ ശരത്തന്നെ വിളിച്ച കാര്യം അറിയുമ്പോൾ ഏട്ടനെന്നെ ചീത്ത വിളിക്കുമെന്നാണ് ഞാൻ കരുതിയത്. എന്തിന് എടി, ഇന്ന് അവൻ നിന്നെ വിളിക്കുമെന്നും സെൻറ്റി അടിക്കുമെന്നൊക്കെ എനിക്ക് 100% ഉറപ്പുണ്ടായിരുന്നു. അതെന്താ ഇത്ര ഉറപ്പ്? അത് ഈ ആണുങ്ങളുടെ ഒരു സൈക്കോളജി വെച്ച് അങ്ങനെ. അത് വിട്, അത് നിനക്ക് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അല്ല, ഇപ്പം ആശാൻ്റെ സ്റ്റാൻഡ് എന്താ? എന്നെ കൊണ്ട് ഒളിച്ചോടി എവിടെയെങ്കിലും പോയി താമസിക്കണമെന്നാണ് പുള്ളി പറയുന്നത്. വിളിച്ചുകൊണ്ടിരിക്കുവോ, ഭയങ്കര ശല്യമാണ്. ദേ മെസ്സേജ് നോക്ക്. മായ, എനിക്ക് നാളെ നിന്നൊന്ന് കാണണം. പറ്റില്ലെന്ന് നീ പറയരുത്. ഐ സ്റ്റിൽ ലവ് യു മായ. ഇവൻ ഭയങ്കര പൈങ്കിളിയാണല്ലേ. അതെ, വിളിച്ചതാണ് പറഞ്ഞാലോ അങ്ങ്. അല്ലെങ്കിൽ വേണ്ട, ബ്ലോക്ക് ചെയ്തേക്കാം, അതാണല്ലേ. വെറുതെ പുലിവാൽ പിടിക്കണ്ട. വേണ്ട, ഇവനൊരു ഡോസിൻ്റെ ആവശ്യമുണ്ട്. നീ ഒരു കാര്യം ചെയ്യും, അവനെ വിളിച്ചിട്ട് നാളെ ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വരാൻ പറ. അത് വേണം ഏട്ടാ. ഞാനല്ലേ പറയണേ, നീ വിളിച്ച് പറ. ശരത്തെ, നാളെ ഫ്രീ ആണോ? ഫ്രീ ആണെങ്കിൽ ഒന്ന് നമുക്ക് കണ്ടാലോ? എൻ്റെ വീട്ടിൽ വെച്ച് കാണാം. കയറി വാ ശരത്തെ. ഹായ്. വാ ശരത്തെ, ആ, ഇരിക്ക്. ശരത്തിന് എന്താ കുടിക്കാൻ? ചായയോ കാപ്പിയോ അതോ തണുത്ത എന്തെങ്കിലോ? ഒന്നും വേണ്ട. പിന്നെ ഇത്ര വട്ടം നിന്നെ കാണാൻ പറ്റുമോ ഞാൻ വിചാരിച്ചില്ല. അത് പിന്നെ അതുപോലൊരു കാര്യമല്ലോ ശരത്ത് ഇന്നലെ വിളിച്ച് പറഞ്ഞേ. അപ്പം പിന്നെ ഞാനും വിചാരിച്ച് പെട്ടെന്ന് അങ്ങ് കാണാമെന്ന്. അതാ ഞാൻ വേഗം വിളിച്ചേ. ഹസ്ബൻഡോട് പോയി? അയ്യോ, ഏട്ടനെങ്ങും പോയിട്ടില്ലേ, എവിടെ ഉണ്ട് ഏട്ടാ? പ്രവീണേട്ടാ. ശരത്തെ, ഇരിക്ക്. മായ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. ഇരിക്ക്. ഇരി ശരത്തെ. അപ്പോൾ എങ്ങനെയാ കാര്യങ്ങൾ? എപ്പോഴാണ് ഒളിച്ചോടുന്നത്? കമ്പനിക്ക് വേണമെങ്കിൽ ഞാനും വരാം. കാരണം അവൾക്ക് എന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റൂലേ. അപ്പൊ ഞാൻ അല്ല, പിള്ളേരെ കൊണ്ടുപോകുന്നുണ്ടോ അതോ മായ മാത്രം മതിയോ? കൊണ്ടു ഞാൻ അങ്ങോട്ട് ഇരിക്കടാ അവിടെ. നീ ഡിവോഴ്സ് ആയതിന് കാരണം എന്നെ പോലെ ഒരാളെ കിട്ടാത്തതുകൊണ്ടല്ലേ? അല്ല, നിന്റെ അവിഹിതം നിന്റെ ഭാര്യ പിടിച്ചതുകൊണ്ടല്ലേ? അവിഹിതോ? ആൾക്കാരാ പറഞ്ഞേ? ശരത്തെ, ഇതൊക്കെ ഞങ്ങൾ പണ്ടേ അറിഞ്ഞ കാര്യങ്ങളാണ്. പിന്നെ പണ്ട് നിന്നെപ്പോലൊരുത്തിനെ പ്രേമിച്ചതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അതിലെനിക്കിപ്പോൾ നാണക്കേടുണ്ട്. എടേ, ഇതൊക്കെ ഇവന്മാരെ പോലുള്ളവന്മാരെ ഉടായ്പല്ലേ തെണ്ടി. റീയൂണിയന് മാനവും മര്യാദയ്ക്കും വരുന്ന പെൺപിള്ളേരെ പഴയ പ്രേമത്തിൻ്റെ പേരിൽ പറ്റിക്കും. എന്നിട്ട് ആദ്യം ഫ്രണ്ട്ഷിപ്പായി, പിന്നെ പ്രേമം, പിന്നെ ഒളിച്ചോട്ടം. അല്ലടാ? സോറി ഏട്ടാ, ഇനി ആവർത്തിക്കില്ല. നീ ഇനി എൻ്റെ ഭാര്യയ്ക്കെന്നല്ല, ആരെങ്കിലും ഭാര്യയ്ക്ക് മെസ്സേജ് ചെയ്തെന്നോ കോൾ ചെയ്തെന്നോ ഞാൻ അറിഞ്ഞ പിന്നെ അറിയാല. പറഞ്ഞോ? മനസ്സിലായടാ? മനസ്സിലായടാ? ചേട്ടാ, ഈ ഒരു തവണത്തേക്ക് ക്ഷമിക്കേ. അറിയാതെ പറ്റിപ്പോയത്. പെങ്ങളെ ഒന്ന് പറയാം. ഞങ്ങളെ പെങ്ങളോ? നീ കൊള്ളാലോ ശരത്തെ. അപ്പൊ ഞാൻ അങ്ങോട്ട്.
അവൻ പോയ വഴിയിലേക്ക് ഇനി പുല്ല് പോലും മുളയ്ക്കത്തില്ല. അതെ, നിങ്ങളൊന്ന് പേടിച്ചല്ലേ? ഞാനോ? ആ, എന്തിന്? ഇനി എനിക്ക് വല്ല ചാഞ്ചാട്ടം ഉണ്ടാവൂന്ന്. അതിലെനിക്ക് ഒരു പ്രശ്നമില്ല. കാരണം എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ അത്രയ്ക്ക് ബോർ ഹസ്ബൻഡ് അല്ല. ഓ. അതുകൊണ്ട് നീ എന്നെ ഇട്ടിട്ട് പോകില്ലെന്ന് എനിക്കറിയാം. ഓ, എന്നാലേ ഐ ലവ് യു. ലവ് യു ടു.